ശ്രീലളിതാ സഹസ്രനാമ സ്തോത്ര പഠനം 27-ാം ഭാഗം. അമ്മേ നാരായണ. ശ്രീലളിതാ ത്രിപുരസുന്ദരിയുടെ 401-ാം നാമം. വിവിധാകാര. വിവിധ ആകാര, പല ആകാരങ്ങളിലും നിലനിൽക്കുന്നവൾ. ഭൂമിയിലെ സകല ചരാചരങ്ങളും ദേവിയുടെ സ്വരൂപം തന്നെയാണ് എന്ന ചിന്തയിൽ നിന്നാണ് ദേവിക്ക് ഇങ്ങനെയൊരു നാമം ലഭിക്കുന്നത്. ഒരു ഉറുമ്പ് മുതൽ തിമിംഗലം വരെയുള്ള സകല ജീവജാലങ്ങൾക്കും ദേവിയുടെ രൂപം തന്നെയാണ്. ദേവി പല ജീവജാലങ്ങളായി ഈ ഭൂമിയിൽ ജന്മമെടുക്കുന്നതാണ്. ആ അർത്ഥത്തിൽ പല ആകാരങ്ങളിൽ പല രൂപങ്ങളിൽ നിലനിൽക്കുന്നവൾ എന്ന അർത്ഥത്തിൽ ദേവിയെ വിവിധ ആകാര എന്ന് വിളിക്കുന്നു. നാമം 401. വിദ്യാസ്വരൂപിണി. വിദ്യ അവിദ്യാസ്വരൂപിണി. വിദ്യയായും ബ്രഹ്മജ്ഞാനമായും അവിദ്യ എന്ന മായാരൂപത്തിലും നിലനിൽക്കുന്നവൾ എന്ന അർത്ഥത്തിലാണ് ദേവിയെ വിദ്യ അവിദ്യാസ്വരൂപിണി എന്ന് വിളിക്കുന്നത്. ബ്രഹ്മമാണ് ആത്യന്തികമായ ജ്ഞാനം, സത്യം എന്നാണ് ഭാരതീയ തത്വചിന്തയിൽ വിശ്വസിക്കുന്നത്. എന്നാൽ പ്രപഞ്ചത്തിൽ നാം ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന സകലതും സകല കർമ്മബന്ധങ്ങളും രൂപീകരിക്കുന്നതും ഇതേ ദേവിയുടെ മായ കൊണ്ട് തന്നെയാണ്. അതിനാൽ ബ്രഹ്മമായും മായയായും പ്രപഞ്ചത്തിൽ നിലനിൽക്കുന്നവളായതിനാൽ ദേവിയെ വിദ്യ അവിദ്യാസ്വരൂപിണി എന്ന് വിളിക്കുന്നു. നാമം 403. മഹാകാമേശനയന കുമുദാഹ്ലാദ കൗമുദി. അതിമനോഹരമായൊരു ഉപമയാണത്. കാമേശ്വരൻ, ശിവനെയാണ് കാമേശൻ എന്ന് പറയുന്നത് എന്ന് നമ്മൾ മുൻപൊരിക്കൽ ചർച്ച ചെയ്തിട്ടുണ്ട്. ആ കാമേശ്വരൻ്റെ പത്നി എന്ന അർത്ഥത്തിൽ ദേവിയെ കാമേശ്വരി എന്നും വിളിക്കാറുണ്ട്. ആ മഹാകാമേശൻ്റെ നയനങ്ങളാകുന്ന ആമ്പൽ പൂക്കൾക്ക് ആനന്ദമേകുന്ന പൂർണ്ണചന്ദ്രനായ കൗമുദിയായ ശ്രീലളിതാംബിക ദേവി. ആമ്പലും ചന്ദ്രനും കാമുകന്മാരാണ് എന്നാണ് കവി ഭാഷ്യം. അപ്പോൾ കാമേശ്വരൻ്റെ നയനങ്ങളായ ആമ്പൽ പൂക്കളെ ആനന്ദിപ്പിക്കുന്ന പൂർണ്ണചന്ദ്രനോ അല്ലെങ്കിൽ നിലാവാണ് ദേവി ലളിതാംബിക എന്നാണ് ഉപമ. നാമം 404. ഭക്തഹാർദ തമോഭേദ ഭാനുമത് ഭാനുസന്തതി. ജ്വലിക്കുന്ന സൂര്യനെ പോലെ ഭക്തരുടെ ഹൃദയത്തിലെ അന്ധകാരം നീക്കുന്ന ശ്രീ ലളിതാ ത്രിപുരസുന്ദരി. ഭാനു എന്നാൽ സൂര്യൻ. ആ സൂര്യൻ്റെ സന്തതി പോലെ ജ്വലിച്ചു നിൽക്കുന്ന ശ്രീ ലളിതാ ത്രിപുരസുന്ദരി ഭക്തൻ്റെ ഉള്ളിലെ തമസ്, അന്ധകാരം അല്ലെങ്കിൽ അവിദ്യ നീക്കി അവിടെ ജ്ഞാനം പ്രദാനം ചെയ്യുക വഴി ഭക്തനെ മോക്ഷപദത്തിൽ എത്തിക്കുന്നു. 405-ാം നാമം. ശിവധൂതി. ആദിപരാശക്തിയുടെ ഒരു അവതാരമാണ് ശിവധൂതി ദേവി. ചെന്നായ്ക്കളാണ് ദേവിയുടെ സേവകർ. ദേവീ മഹാത്മ്യത്തിലാണ് ശിവധൂതി ദേവിയെ പറ്റിയുള്ള പരാമർശമുള്ളത്. ആ കഥ ഇപ്രകാരമാണ്. പുരുഷനാൽ വധിക്കപ്പെടാനാവില്ല എന്ന് ബ്രഹ്മാവിൽ നിന്ന് വരം നേടിയ അസുര സഹോദരന്മാരായിരുന്നു സുംഭ നിസുംഭന്മാർ. പാർവതീദേവിയുടെ അവതാരമായ കൗശികിയാലാണ് ഇവർ വധിക്കപ്പെടുന്നത്. അവസാന യുദ്ധത്തിനു മുൻപ് അവർക്ക് മുന്നറിയിപ്പ് നൽകാനായി ശിവധൂതി ദേവി, അപ്പോൾ നമ്മൾ കൗശികിയാണ് സുംഭ നിസുംഭന്മാരെ വധിക്കുന്നത് എന്ന് പറഞ്ഞു. സുംഭ നിസുംഭ നിഗ്രഹത്തിനായി പാർവതീദേവിയുടെ ശരീരത്തിൽ നിന്ന് 8ഓളം ദേവിമാർ ജനിക്കുന്നുണ്ട്. ഇവരെല്ലാം ചേർന്ന് ഒരു ശക്തിയായി നിന്നുകൊണ്ടാണ് സുംഭനെയും നിസുംഭനെയും വധിക്കുന്നത് ഒടുവിൽ. അപ്പോൾ പാർവതിയുടെ ശരീരത്തിൽ നിന്ന് ജനിച്ച ഒരു ദേവിയായ ശിവധൂതി ദേവിയാണ് ശിവഭഗവാനു പക്കൽ സുംഭ നിസുംഭന്മാർക്ക് അവസാനമായൊരു താക്കീത് നൽകിവിടുന്നത്. അതായത് ബ്രഹ്മാവിൻ്റെ ഈ വരം നേടിയതിന് ശേഷം, പുരുഷനാൽ വധിക്കപ്പെടില്ല എന്ന് ബ്രഹ്മാവിൻ്റെ വരം നേടിയതിന് ശേഷം ത്രിലോകങ്ങളും ദേവന്മാരിൽ നിന്നും മനുഷ്യരിൽ നിന്നും ഇവർ പിടിച്ചടക്കുകയാണ്. ആ
പിടിച്ചടക്കിയ ത്രിലോകങ്ങളും അടിയറവ് വെച്ച് മാപ്പ് പറഞ്ഞില്ലെങ്കിൽ ചെന്നായ്ക്കളെ വിട്ട് കടിച്ചു കീറും എന്നാണ് ശിവദൂതി ശിവഭഗവാന് പക്കൽ ഒരു ദൂതായിട്ട് അയക്കുന്നത്. അപ്പോൾ അപ്രകാരം ശിവഭഗവാന് കയ്യിൽ ശിവഭഗവാന്റെ പക്കൽ ദൂതയച്ചവൾ എന്ന അർത്ഥത്തിലാണ് ദേവിയെ ശിവദൂതി എന്ന് വിളിക്കുന്നത്. 406 നാമം ശിവ ആരാധ്യ, ശിവഭഗവാനാൽ ആരാധിക്കപ്പെടുന്നവൾ. സർവസിദ്ധികളും പ്രദാനം ചെയ്യുന്നത് ദേവി ആദിപരാശക്തിയാണ്. ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർക്കും ശക്തി സ്രോതസ്സായി വർത്തിക്കുന്നത് ദേവിയാണ് എന്ന് നമ്മൾ മുന്നേ തന്നെ പറഞ്ഞിരുന്നു. അപ്രകാരം തൻ്റെ പ്രാണനാഡിയായ തൻ്റെ ശക്തിക്ക് കേന്ദ്രമായ ആ ദേവിയെ ശിവൻ പോലും ആരാധിക്കുന്നു എന്ന അർത്ഥത്തിൽ ദേവിയെ ശിവാരാധ്യ എന്ന് വിളിക്കുന്നു. നാമം 407 ശിവമൂർത്തി. ശിവൻ്റെ ശക്തിസ്രോതസ്സായ ദേവി ലളിതാംബിക. നാമം 408 ശിവങ്കരി. ശിവം എന്നുള്ളത് കൊണ്ട് ഐശ്വര്യം, മംഗളം എന്നൊക്കെ അർത്ഥമുണ്ട്. ശിവങ്കരി എന്നാൽ ഭക്തന് നല്ലതു മാത്രം വരുത്തുന്നവൾ, ഭക്തനെ മംഗളകരമായ രീതിയിൽ മാത്രം ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്നവൾ എന്ന അർത്ഥം. ശിവപ്രിയ. നാമം 409 ശിവപ്രിയ. ശിവന് ഏറ്റവും പ്രിയപ്പെട്ടവൾ. ശിവൻ്റെ പ്രാണനാഡിയാണ് ദേവി എന്ന് നമ്മൾ പറഞ്ഞു. കാമേശ്വരന് വേണ്ടി കാമേശ്വരിയായവൾ ദേവി ലളിതാംബിക. ആ ശിവന് പ്രിയങ്കരിയായവൾ, ശിവന് ഏറെ പ്രിയപ്പെട്ടവളെന്നും ശിവനെ ഏറെ സ്നേഹിക്കുന്നവൾ എന്ന അർത്ഥത്തിലും ദേവിയെ ശിവപ്രിയ എന്ന് വിളിക്കാം. നാമം 410 ശിവപര. ബ്രഹ്മ വിഷ്ണു മഹേശ്വരന്മാർക്കും ശക്തി സ്രോതസ്സായ ദേവി ആദിപരാശക്തി. ശിവൻ്റെ ശക്തിക്കും അതീതമാണ് ദേവിയുടെ പ്രഭാവം എന്ന് പറയുന്നത്. അതിനാൽ ദേവിയെ ശിവപര എന്ന് വിളിക്കുന്നു. നാമം 411 ശിഷ്ടേഷ്ട. ശിഷ്ടൻ എന്നാൽ വിശിഷ്ടനായ വ്യക്തി. വിദ്യ കൊണ്ടും പെരുമാറ്റം കൊണ്ടും സ്വഭാവം കൊണ്ടും എല്ലാം തന്നെ ഏറ്റവും മികച്ച വ്യക്തിയാണ് ശിഷ്ടൻ. അപ്രകാരമുള്ള ശിഷ്ടന്മാരാൽ ഇഷ്ടപ്പെടുന്നവൾ, സ്നേഹിക്കപ്പെടുന്നവൾ എന്ന അർത്ഥത്തിൽ ദേവിയെ ശിഷ്ടേഷ്ട എന്ന് വിളിക്കുന്നു. ശിഷ്ടന്മാർ ആരാധിക്കുന്ന ദേവി ലളിതാംബിക. നാമം 412 ശിഷ്ടപൂജിത. ശിഷ്ടന്മാരാൽ പൂജിക്കപ്പെടുന്ന, അർച്ചിക്കപ്പെടുന്ന ദേവി ലളിതാംബിക എന്ന അർത്ഥം. നാമം 413 അപ്രമേയ. അനാദിയായ, അളക്കാനാവാത്ത, ആദിയും അന്തവുമില്ലാത്തവൾ എന്ന അർത്ഥത്തിൽ അപ്രമേയ എന്ന് വിളിക്കാം. അതായത് നിലനിൽക്കുന്ന അളവുകോലുകളൊന്നും വെച്ച് ദേവിയെ അളക്കുക, ദേവിയുടെ ചൈതന്യത്തെ അളക്കുക സാധ്യമല്ല. ദേവി പ്രപഞ്ചത്തിൽ ഇത്ര ശതമാനമുണ്ട് അല്ലെങ്കിൽ ഇത്ര കിലോ വെച്ച് ദേവീ ചൈതന്യം ഈ ഭൂമിയിലുണ്ട്, ഈ പ്രപഞ്ചത്തിലുണ്ട് എന്ന് പറയുക സാധ്യമല്ല. മനുഷ്യന് പ്രാപ്യമായ ഒരുവിധ അളവുകോലുകളും വെച്ച് ദേവിയുടെ പ്രഭാവത്തെ അളക്കുക സാധ്യമല്ല. അതിനാൽ ദേവിയെ അപ്രമേയ എന്ന് വിളിക്കുന്നു. നാമം 414 സ്വപ്രകാശ. സ്വയം പ്രകാശമായി ജ്വലിക്കുന്നവൾ. ദേവിക്ക് ഒരു ശരീരമില്ല, ദേവി ശരീരത്തിനപ്പുറമാണ്, നാശമില്ലാത്തവളാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ദേവി എന്നത് ഒരു ചൈതന്യ രൂപിണിയാണ്, സ്വയം പ്രകാശമായി ജ്വലിക്കുന്നവളാണ്. അതിനാൽ ദേവിയെ സ്വപ്രകാശ എന്ന് വിളിക്കുന്നു. നാമം 415 മനോവാചാമ ഗോചര. മനോ എന്നാൽ മനസ്സ്, വാചാമ എന്നാൽ വാക്കുകളാൽ, ഗോചര എന്നാൽ അപ്പുറം അല്ലെങ്കിൽ അതീതം. പൂർണ്ണമായി മനസ്സിലാക്കാനോ വാക്കുകളാൽ വർണ്ണിക്കാനോ സാധിക്കാത്തതാണ് ദേവിയുടെ പ്രഭാവം എന്ന അർത്ഥത്തിലാണ് ദേവിയെ മനോവാചാമ ഗോചര എന്ന് വിളിക്കുന്നത്. ഒരു മനുഷ്യൻ്റെ മാനസിക വലുപ്പം വെച്ച് ദേവീ ചൈതന്യത്തെ മനസ്സിലാക്കുക എന്ന് പറയുന്നത് ഈ മനുഷ്യജന്മത്തിൽ സാധ്യമായ കാര്യമല്ല. മനുഷ്യന് പ്രാപ്യമായ ഭാഷകളിലെ വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ആദിപരാശക്തിയെ പോലെ ഒരു ചൈതന്യ സ്വരൂപിണിയെ വർണ്ണിക്കുക,
സാധ്യമായിട്ടുള്ള കാര്യമല്ല. നമ്മൾ അതിനുള്ള ശ്രമമാണ് നടത്തുന്നത്. ലളിതാ സഹസ്രനാമത്തിലൂടെ ദേവിയുടെ 1000 നാമങ്ങൾ, ദേവിയുടെ രൂപവും ഭാവവും വർണ്ണിക്കാനുള്ള ശ്രമമാണ് നമ്മൾ നടത്തുന്നത്. ദേവിയെ പൂർണ്ണമായി മനസ്സിലാക്കാനും പരിപൂർണമായി വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാനും സാധ്യമല്ല എന്ന അർത്ഥത്തിലാണ് ദേവിയെ മനോവാചാമഗോചര എന്ന് വിളിക്കുന്നത്.